Hi students, welcome to Commerce Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷനിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കായ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസിനാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസും അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റേഴ്സ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി എങ്ങനെയാണ് വൈൻഡിങ് അപ്പ് ചെയ്യുന്നത്? വൈൻഡിങ് അപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് ആൻ എൻഡ് ടു ദ ലൈഫ് ഓഫ് എ കമ്പനി. ആസ് എ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ലോ, ഇറ്റ് ക്യാൻ കം ടു ആൻ എൻഡ് ഓൺലി ബൈ എ ലീഗൽ പ്രോസസ്സ്. ഒരു കമ്പനിയുടെ ലൈഫ് അവസാനിപ്പിക്കുന്ന പ്രക്രിയയാണ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസ്. ഒരു കമ്പനീസ് ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലീഗൽ പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് വൈൻഡിങ് അപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇൻ ദ പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ്, ദ അസറ്റ് ഓഫ് ദ കമ്പനി ആർ കളക്റ്റഡ് ആൻഡ് റിയലൈസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. ഇവിടെ പറയുന്നത് കമ്പനിയുടെ അസറ്റുകൾ സമാഹരിക്കുന്ന പ്രോസസ്സിൽ കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസുകൾ അനുസരിച്ചിട്ട് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിനും ഷെയർ ഹോൾഡേഴ്സ്മാർക്കും ഇടയിൽ ശേഖരിക്കുകയും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. Winding up can be defined as the legal process of ending the life of a company and administrating its property for the benefits of its creditors and members. ഒരു കമ്പനിയുടെ ലൈഫ് അവസാനിപ്പിക്കുന്നതിനും അതിൻ്റെ ക്രെഡിറ്റ് വാങ്ങുന്നവരുടെയും മെമ്പേഴ്സുകളുടെയും പ്രയോജനത്തിനായിട്ട് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നതിനുള്ള ലീഗലി ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് നമുക്ക് കമ്പനീസിനെ വൈൻഡിങ് അപ്പിനെ നിർവചിക്കാം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാം എന്നാണ് പറയുന്നത്. റീസൺസ് ഫോർ വൈൻഡിങ് അപ്പ് എന്ന് പറയുകയാണെങ്കിൽ, ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി ഫോർ വിച്ച് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഹാവ് ബീൻ അക്കോംപ്ലിഷ്ഡ്. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സുകൾ പൂർത്തീകരിക്കുക. ദ കമ്പനി ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു പേ ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ് ഇൻ ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റ് പൂർണ്ണമായിട്ട് അടയ്ക്കാൻ കമ്പനിക്ക് സാധിക്കുകയില്ല. ഇറ്റ് ഹാസ് ബിക്കം ഇമ്പോസിബിൾ ടു ക്യാരി ഔട്ട് ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സുകളിൽ നടപ്പിലാക്കുന്നത് അസാധ്യമായിട്ട് അത് മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. The company is under a scheme of amalgamation or reconstruction. കമ്പനീൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് അമാൽഗമേഷൻസും അതുപോലത്തെ റീകൺസ്ട്രക്ഷൻസും. നെക്സ്റ്റ്, മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്. ദർ ആർ ദ ടു മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്: വൈൻഡിങ് അപ്പ് ബൈ ദി ട്രിബ്യൂണൽ ഓർ കമ്പൽസറി വൈൻഡിങ് അപ്പ്, വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഇത് ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാം. ഫസ്റ്റ് മോഡായ വൈൻഡിങ് അപ്പ് ഓഫ് ദ ട്രിബ്യൂണൽ, വൈൻഡിങ് അപ്പ് ബൈ ദി ട്രിബ്യൂണൽ അല്ലെങ്കിൽ കമ്പൽസറി വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് എ കമ്പനി ബൈ എൻ ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ ഈസ് നോൺ ആസ് എ കമ്പൽസറി വൈൻഡിങ് അപ്പ്. ഇവിടെ പറയുന്നത് ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരം ഒരു കമ്പനിയെ അവസാനിപ്പിക്കുന്നത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എന്ത് പറയുന്നു? വൈൻഡിങ് അപ്പ് ട്രിബ്യൂണൽ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ്, സർക്കംസ്റ്റൻസ് ഇൻ വിച്ച് കമ്പനി മേ ബി വോണ്ട് അപ്പ് ബൈ ദി നാഷണൽ കമ്പനീസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് വൈൻഡിങ് അപ്പ് ബൈ ദി ട്രിബ്യൂണലിൻ്റെ ചില സാഹചര്യങ്ങളാണ്. ഓൺ ഇനബിലിറ്റി ടു പേ ഡെപ്റ്റ് ഓഫ് ദ കമ്പനി. ഫസ്റ്റ് പോയിന്റ്, ഓൺ ഇനബിലിറ്റി ടു പേ ഡെപ്റ്റ് ഓഫ് ദ കമ്പനി. ഇവിടെ കമ്പനിക്ക് ഡെപ്റ്റ് വീട്ടാൻ കഴിയുന്നില്ലെങ്കിൽ ട്രിബ്യൂണൽ കമ്പനിയെ വൈൻഡിങ് അപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടേക്കാം എന്നാണ് പറയുന്നത്. അതിൽ ചില സാഹചര്യങ്ങളാണ് താഴെ പറയുന്നത്. ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഒരു കമ്പനി 1 lakh റുപ്പീസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡെപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 1 ലക്ഷത്തിന് മുകളിലുള്ള ഒരു എമൗണ്ടാണ് ആ കമ്പനിക്ക് ഡെപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്പനിയെക്കുറിച്ച് ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുകയും 3 ആഴ്ചത്തേക്ക് കമ്പനി അത് കൺസിഡർ ചെയ്യാതിരിക്കുകയുമാണെങ്കിൽ അത്തരം കേസുകളിൽ നമുക്ക് എന്താണ് ട്രിബ്യൂണലിനെ ബൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്.
അതുപോലെ തന്നെ എന്തെങ്കിലും സിവിൽ കോടതിയിലെ ഉത്തരവിലോ അല്ലെങ്കിൽ ഉത്തരവിൽ കടം കൊടുത്തയാൾക്ക് ആനുകാലികമായിട്ട് എന്തെങ്കിലും ശിക്ഷാ നടപടി നടപ്പാക്കുകയോ മറ്റ് പ്രോസസ്സുകളിൽ ഇത് നടത്തുകയോ ചെയ്താൽ പൂർണ്ണമായോ ഭാഗികമായിട്ട് നമുക്ക് എന്താണ് അത് കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ കോടതീൻ്റെ കേസിലാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു അതിലൂടെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡെപ്റ്റ് ആനുകാലികമായിട്ട് മേടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഈ കൊടുത്തയാൾക്ക് എന്തെങ്കിലും ശിക്ഷ പ്രൊവൈഡ് ചെയ്യുകയും മറ്റു പ്രോസസ്സുകളിൽ നടത്തുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇതൊന്നും എന്താണ് കമ്പനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. നെക്സ്റ്റ്, ബൈ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ബൈ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെ കമ്പനീൻ്റെ ട്രിബ്യൂണലിൽ റിസോൾവ് ചെയ്യുകയാണ് എന്ന് തീരുമാനിച്ചാൽ അവിടെ എന്താണ് ട്രിബ്യൂണൽ സെക്ഷൻ 271 പ്രകാരം ഈ ഒരു കാര്യം പാസ്സാക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പ്രകാരം ട്രിബ്യൂണലിന് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റിസോൾവ് ചെയ്തേക്കാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത്തരം കേസുകളിൽ ട്രിബ്യൂണൽ എന്താണ് സെക്ഷൻ 271 പ്രകാരം ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു വൈൻഡിങ് അപ്പ് സാധ്യമാക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ആക്ട് ഓഫ് ദ കമ്പനി അഗെയിൻസ്റ്റ് സോവർജിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഇൻ ഇന്ത്യ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് സോവർജിനിറ്റി അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻറ്റഗ്രിറ്റിക്കൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള സോവർജിനിറ്റി അതുപോലത്തെ ഇൻറ്റഗ്രിറ്റിയൊക്കെ അനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്താണ് ഒരു പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുമാത്രമല്ല ഫോറിൻ കൺട്രീസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതുപോലെ ഫ്രണ്ട്ലി റിലേഷൻസ് പിന്നെ ഡീസൻസി മൊറാലിറ്റീസ് എന്നിവയ്ക്കെതിരെയൊക്കെ കമ്പനി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു ഇൻറ്റഗ്രിറ്റിക്ക് ഇത് ബാധിക്കുകയും അതിലൂടെ തന്നെ നമുക്ക് എന്താണ് കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ട്രിബ്യൂണലിനെ വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള തീരുമാനമെടുക്കാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഓൺ ആൻ ഓർഡർ ഓഫ് ട്രിബ്യൂണൽ അണ്ടർ സെക്ഷൻ 258. സെക്ഷൻ 258 പ്രകാരം ട്രിബ്യൂണലിൻ്റെ ഉത്തരവിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടക്കാല അഡ്മിനിസ്ട്രേറ്ററുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റിഹാബിറ്റേഷനായിട്ടുള്ള കമ്പനിക്കെതിരെ അരിയേഴ്സ് ഉണ്ടെങ്കിൽ ആ അരിയേഴ്സ് എമൗണ്ടിൻ്റെ വാല്യൂസിൽ 1/4 പ്രതിനിധീകരിക്കുന്ന ക്രെഡിറ്റേഴ്സിന് അത് പരിഹരിച്ചതായിട്ട് ട്രിബ്യൂണൽ തൃപ്തിപ്പെട്ടാൽ അത്തരം കമ്പനിയെ നമുക്ക് പിന്നീട് ആ കമ്പനി നമുക്ക് വൈൻഡിങ് അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും കഴിയില്ല. നെക്സ്റ്റ്, ഓൺ ആൻ അപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ. ഇവിടെ പറയുന്നത് രജിസ്ട്രാർ പ്രൊവൈഡ് ചെയ്ത ഒരു അപ്ലിക്കേഷൻസിൽ രജിസ്ട്രാർ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും വ്യക്തിയുടെ പെറ്റീഷൻസിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻസിൽ കമ്പനിയുടെ കാര്യങ്ങൾ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നടത്തിയതെങ്കിൽ അത്തരം കമ്പനിക്ക് എന്താണ് ട്രിബ്യൂണലിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനി ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫാൾട്ട് ഇൻ ഫില്ലിംഗ് ദ ആനുവൽ റിട്ടേൺ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ ആനുവൽ റിട്ടേൺസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഫയൽ ചെയ്യുന്നതിൽ ഡിഫാൾട്ട് വരുത്തുക. ഇതാണ് സർക്കംസ്റ്റൻസ് ഓഫ് വൈൻഡിങ് അപ്പ് ബൈ ദി ട്രിബ്യൂണൽ അല്ലെങ്കിൽ കമ്പൽസറി വൈൻഡിങ് അപ്പ്. നെക്സ്റ്റ് 7th പോയിൻ്റ് ആണ്, ഇഫ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി ഹാസ് ഫെയിൽഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റ് അത് ഫെയിൽഡ് ആവും, മെയിനായിട്ടുള്ള ലക്ഷ്യം ഫെയിൽഡ് ആവും. ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ കമ്പനി ഹാസ് ബീൻ ഇൻവാലിഡ്.
ഒരു കമ്പനിയുടെ കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ, ആ സബ്ജക്റ്റ് മാറ്റർ ഇൻവാലിഡ് ആവുന്ന സാഹചര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിക് ഇൻവാലിഡ് ആവുന്ന സാഹചര്യത്തിൽ. ദ ബിസിനസ് ഓഫ് ദ കമ്പനി കനോട്ട് ബി ക്യാരിഡ് ഓൺ എക്സെപ്റ്റ് ലോസ്. ഇവിടെ കമ്പനിയുടെ ബിസിനസ് ലോസിലല്ലാതെ തുടരാനാവില്ല. അസറ്റ് ആർ ഇൻസഫിഷ്യൻറ്റ് ടു പേ ഓഫ് ഇറ്റ്സ് ലയബിലിറ്റി. അതിൻ്റെ ലയബിലിറ്റീസുകൾ അടയ്ക്കാൻ അസറ്റുകൾ പര്യാപ്തമല്ല. ദർ ഈസ് എ ഡെഡ്ലോക്ക് ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മാനേജ്മെൻറ്റിന് ഒരു തടസ്സവുമുണ്ട് എന്നാണ് പറയുന്നത്. ദ മെജോറിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ യൂസിങ് ദയർ പവർ അൺഫെയർലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഷെയർ ഹോൾഡേഴ്സുകളും തങ്ങളുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ പവേഴ്സ് അന്യായമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഇഫ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിളിൽ വരുന്ന സംഭവങ്ങൾ. നെക്സ്റ്റ് ടോപ്പിക്കാണ് പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ്. ഫസ്റ്റ് വൺ, പെറ്റീഷൻ ബൈ ദ കമ്പനി. പെറ്റീഷൻ ബൈ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കമ്പനിയുടെ പെറ്റീഷൻസ് ഒരു കമ്പനി ട്രിബ്യൂണലിന് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻസ് പാസ്സാക്കുന്നതിന് ഒരു പെറ്റീഷൻസ് ട്രിബ്യൂണലിനെ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ സമർപ്പിക്കുക. അതാണ് പെറ്റീഷൻ ബൈ ദി കമ്പനി. നെക്സ്റ്റ്, പെറ്റീഷൻ ബൈ കോൺട്രിബ്യൂട്ടറീസ്. പെറ്റീഷൻ ബൈ കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കോൺട്രിബ്യൂട്ടറി എന്നാൽ കമ്പനി നഷ്ടപ്പെടുമ്പോൾ കമ്പനിയുടെ അസറ്റുകളിലേക്ക് സംഭാവന ചെയ്യാൻ ബാധ്യസ്ഥനായൊരു വ്യക്തിയാണ് കോൺട്രിബ്യൂട്ടറി. അവർ അപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ അവർ പെറ്റീഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പെറ്റീഷൻ ബൈ കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പെറ്റീഷൻ ബൈ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൻ്റെ പെറ്റീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഡെപ്റ്റ് വീട്ടാൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ട് വീട്ടാൻ കമ്പനിക്ക് കഴിയില്ലെന്ന കാരണത്താൽ ഏതെങ്കിലും അനിശ്ചിതത്വത്തിലോ വരാനിരിക്കുന്ന ക്രെഡിറ്റേഴ്സിലോ ഉൾപ്പെടെ ഒന്നോ അതിലധികമോ ക്രെഡിറ്റേഴ്സിന് ഒരു പെറ്റീഷൻസ് സമർപ്പിക്കാം. അത്തരം കേസുകളിലെയാണ് പെറ്റീഷൻ ബൈ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പെറ്റീഷൻ ബൈ രജിസ്ട്രാർ. പെറ്റീഷൻ ബൈ രജിസ്ട്രാർ എന്ന് പറയുകയാണെങ്കിൽ ഇനി പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങളാൽ കമ്പനികളുടെ രജിസ്ട്രാർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുൻ അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമേ ഒരു പെറ്റീഷൻസ് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ പറയുന്നതാണ് ഇന്ത്യയുടെ പരമാധികാരത്തിനും അതുപോലെ തന്നെ സമഗ്രതയ്ക്കും എതിരായിട്ട് കമ്പനി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ കമ്പനിക്ക് ക്രെഡിറ്റ് വീട്ടാൻ കഴിയുന്നില്ലെങ്കിൽ ട്രിബ്യൂണലിന് അഭിപ്രായമുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കമ്പനിയിൽ റിസോൾവ് ചെയ്യുന്ന രീതിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളിലൊക്കെ എന്താണ് ഈ രജിസ്ട്രാർക്ക് സെൻട്രൽ ഗവൺമെൻറ് അനുമതിയോട് കൂടിയിട്ട് ആ പെറ്റീഷൻസ് ഫയൽ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ജോയിൻറ്റ് പെറ്റീഷൻ. ജോയിൻറ്റ് പെറ്റീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനി കോൺട്രിബ്യൂട്ടറീസ് അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് എന്നിവർ കോമ്പൈൻ ചെയ്തിട്ട് ഒരു പെറ്റീഷൻസ് സമർപ്പിക്കുക. അത്തരം അങ്ങനത്തെ രീതിയിൽ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോയിൻറ്റ് പെറ്റീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പെറ്റീഷൻ ബൈ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത ഏതൊരു വ്യക്തിയുടെയും പെറ്റീഷൻസ് കമ്പനിയുടെ റിപ്പോർട്ടിനായിട്ട് ട്രിബ്യൂണലിലേക്ക് പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ഏതൊരു വ്യക്തിയെയും സെൻട്രൽ ഗവൺമെൻറ്റിൽ അധികാരപ്പെടുത്താമെന്നാണ് പറയുന്നത്. ബൈ ദ സെൻട്രൽ ഓർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും നമുക്ക് എന്താണ് പെറ്റീഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അടുത്തത്, അപ്പോയിൻമെൻറ്റ് ഓഫ് എ ലിക്വിഡേറ്റർ. For the purpose of winding up the tribunal and appointment an official liquidator or a liquidator from the panel maintained by the central government consisting of the name of chartered accountants, advocates, company secretaries, cost accountant having at least 10-year experiences in company matters. The terms and conditions of the appointment and the fees payable to him shall be specified by the tribunal. ഇവിടെ ലിക്വിഡേറ്റർ എന്ന് പറയുകയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ, അഡ്വക്കേറ്റ്സ്, കമ്പനി സെക്രട്ടറിമാർ, കമ്പനിയുടെ കാര്യങ്ങളിൽ കുറഞ്ഞത് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കോസ്റ്റ് അക്കൗണ്ടന്റ്മാർ എന്നിവരുടെ പേരുകൾ അടങ്ങിയ കേന്ദ്ര സർക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാനലിൽ നിന്ന് ട്രിബ്യൂണൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ലിക്വിഡേറ്ററെയോ നിയമിക്കും. ഈ നിയമനത്തിൻ്റെ എല്ലാ നിബന്ധനകളും പ്രൊവിഷൻസുകളും അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യേണ്ട ഫീസും ട്രിബ്യൂണൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു.
നെക്സ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ. ഫസ്റ്റ് ഡ്യൂട്ടിയാണ് ഫയൽ എ ഡിക്ലറേഷൻ. ഫയൽ എ ഡിക്ലറേഷൻ എന്ന് പറയുകയാണെങ്കിൽ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് ഒരു ഡിക്ലറേഷൻ ഫയൽ പ്രൊവൈഡ് ചെയ്യുക. ഇത് അപ്പോയിൻമെൻ്റ് ഡേറ്റ് മുതൽ 7 ദിവസത്തിനുള്ളിൽ ലിക്വിഡേറ്റർ ഒരു ട്രിബ്യൂണലുമായിട്ടുള്ള നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള അഭാവമോ അത് വെളിപ്പെടുത്തി സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ ഡിക്ലറേഷൻ ഫയൽ ചെയ്യുക. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ടു ദ ട്രിബ്യൂണൽ. ഇവിടെ ആപ്ലിക്കേഷൻ ട്രിബ്യൂണൽ ഓർഡർ പാസ്സാക്കിയ ഡേറ്റ് മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ലിക്വിഡേറ്റർ ട്രിബ്യൂണലിന് ഒരു വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ഒരു അപേക്ഷ അത് സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. സബ്മിറ്റ് ദ റിപ്പോർട്ട് ഓഫ് വൈൻഡിങ് അപ്പ് കമ്മിറ്റി. ഇവിടെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുക. ലിക്വിഡേറ്റർ ട്രിബ്യൂണലിന് മുമ്പാകെ ഒരു പ്രൈമറി റിപ്പോർട്ടും കമ്മിറ്റിയുടെ മീറ്റിങ്ങുകളുടെ മിനിറ്റ്സുകളും അതുപോലെ തന്നെ അതൊക്കെ എന്താണ് ഓരോ മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്ത മെമ്പേഴ്സുകളുടെ ഫൈനൽ റിപ്പോർട്ട് വരെ തയ്യാറാക്കുക എന്നാണ് ഇവിടെ വൈൻഡിങ് അപ്പ് കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈൻഡ് ബൈ ദ മെമ്പേഴ്സ് പ്രസൻറ്റഡ് ഇൻ ദ മീറ്റിംഗ് ടിൽ ദ ഫൈനൽ റിപ്പോർട്ട് ഫോർ ഡിസൊല്യൂഷൻസ്. നെക്സ്റ്റ് സബ്മിറ്റ് ദ പ്രിലിമിനറി റിപ്പോർട്ട്. സെക്ഷൻ 281 അനുസരിച്ച് ഓർഡറിൻ്റെ 60 ദിവസത്തിനുള്ളിൽ ലിക്വിഡേറ്റർ ട്രിബ്യൂണലിന് ഈ പറയുന്ന എല്ലാ വിശദാംശങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ അസറ്റുകളുടെ സ്വഭാവം, വിശദാംശങ്ങൾ, അവയുടെ വാല്യൂസ്, അതുപോലെ തന്നെ പൊസിഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്ത ഡേറ്റ്, സബ്സ്ക്രൈബ് ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസ്, എത്രയാണോ നമ്മൾ ക്യാപിറ്റൽ അടച്ചത്, അതിൻ്റെ സേഫ്റ്റി, സുരക്ഷ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റീസ്, ക്രെഡിറ്റേഴ്സിൻ്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റീസ്, ഇതൊക്കെ നമ്മൾ എന്താണ് ആ ഒരു പ്രിലിമിനറി റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ സബ്മിറ്റ് ദ ഫൈനൽ റിപ്പോർട്ട്. എന്നിട്ട് നമ്മൾ എന്താണ് ലാസ്റ്റ് ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ആർക്ക്? വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനിക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് എന്താണ് ഈ ട്രിബ്യൂണലിന് സബ്മിറ്റ് ചെയ്യുക, ഫൈനൽ റിപ്പോർട്ട്. നെക്സ്റ്റ് ഡയറക്ഷൻ ഓഫ് ദ ട്രിബ്യൂണൽ ഓൺ റിപ്പോർട്ട് ഓഫ് ലിക്വിഡേറ്റേഴ്സ്. ഇവിടെ പറയുന്നത് ആസ് പെർ സെക്ഷൻ 282 പ്രകാരം ട്രിബ്യൂണലിന് എന്താണ് ലിക്വിഡേറ്റർ കറക്റ്റ് ടൈമിൽ തന്നെ ആ ഒരു ഫിക്സഡ് ആയുള്ള ടൈമിൽ തന്നെ നമ്മളെന്താണ് ഈ കമ്പനീൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പ്രിലിമിനറി റിപ്പോർട്ട്സും ഫൈനൽ റിപ്പോർട്ട്സൊക്കെ സബ്മിറ്റ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് കമ്പനി ലിക്വിഡേറ്റേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റേഴ്സ്. ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ദ കമ്പനി സോ ഫാർ ആസ് മേ ബി നെസറി ഫോർ ദ ബെനഫിഷ്യൽ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. ഇവിടെ കമ്പനിയുടെ ബെനിഫിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായേക്കാവുന്നിടത്തോളം കമ്പനിയുടെ ബിസിനസ് തുടരാനുള്ള അധികാരമുണ്ട്. ടു ഡു ഓൾ ആക്ട് ആൻഡ് ടു എക്സിക്യൂട്ട് ഇൻ ദ നെയിം ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ഓൾ ഡീഡ്സ്, റെസീപ്റ്റ്സ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫോർ ദ പർപ്പസ് ടു യൂസ് ദ കമ്പനി സീൽസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തികളും ചെയ്യാനും കമ്പനിയുടെ പേരിലും എല്ലാ പ്രവർത്തികൾ അതുപോലെ തന്നെ റെസീപ്റ്റ്സുകൾ, ഡീഡ്സുകൾ എന്നിവ നടപ്പിലാക്കുന്നതിലും കമ്പനിയുടെ ഒരു കോമൺ സീല് ഇതിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനുള്ള അധികാരവും ലിക്വിഡേറ്റേഴ്സിനുണ്ട്. ടു സെൽ ദ വോൾ ഓഫ് ദ അണ്ടർടേക്കിംഗ് ആസ് എ ഗോയിങ് കൺസേൺസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു ആശങ്കകരമായിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. അതിനുള്ള അധികാരം ലിക്വിഡേറ്ററുണ്ട്. ടു റൈസ് മണി റിക്വയർഡ് ഓൺ ദ സെക്യൂരിറ്റീസ് ഓഫ് ദ അസറ്റ് ഓഫ് ദ കമ്പനീസ്. കമ്പനിയുടെ അസറ്റുകളുടെ പ്രൊട്ടക്ഷൻസിന് ആവശ്യമായുള്ള എമൗണ്ട് സ്വരൂപിക്കുന്നതിന് ലിക്വിഡേറ്റേഴ്സിന് അധികാരമുണ്ട്. ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഡിഫെൻഡ് എനി സ്യൂട്ട്, പ്രോസിക്യൂഷൻസ് ഓർ ദ അതർ പ്രൊസീഡിംഗ് സിവിൽസ് ഓർ ക്രിമിനൽ ഇൻ ദ നെയിം ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനീസ്. കമ്പനിയുടെ പേരിലും അതുപോലെ തന്നെ സിവിൽസ് അല്ലെങ്കിൽ ക്രിമിനൽ ഏതെങ്കിലും തരത്തിലുള്ള സ്യൂട്ട്, അത് പ്രോസിക്യൂഷൻസ് അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾ സ്ഥാപിക്കുന്നതിനോ അത് പരിശോധിക്കുന്നതിനോ നമുക്ക് കമ്പനിയുടെ ലിക്വിഡേറ്ററിന് പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ. പെർഫോം സച്ച് ഫങ്ഷൻസ് ആൻഡ് ഡിസ്ചാർജസ് സച്ച് ഡ്യൂട്ടീസ് ആസ് മേ ബി ഡിറ്റർമൈൻഡ് ഫ്രം വൺ ടൈം ടു ടൈം ബൈ ദ കമ്പനി ഓർ ദ ക്രെഡിറ്റേഴ്സ്. ഇവിടെ കമ്പനിയോ
കടക്കാരോ കാലാകാലങ്ങൾ നിർണ്ണയിക്കുന്ന അത്തരം ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടി ആർക്കാണ്? ലിക്വിഡേറ്ററിനാണെന്നാണ് പറയുന്നത്. സെറ്റിൽ ഫോർ ദ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് സെറ്റിൽ ചെയ്യുക. അതുപോലെ തന്നെ കോൾ ജനറൽ മീറ്റിംഗ്സ് ഓഫ് ദ കമ്പനി ഫോർ ദ പർപ്പസ് ഓഫ് ഒബ്റ്റെയിനിങ് ദ സാങ്ഷൻ ഓഫ് ദ കമ്പനി ബൈ ഓർഡിനറി ഓർ സ്പെഷ്യൽ റെസൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ അനുമതി ഒരു സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഓർഡിനറി അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻസോ അല്ലെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻസിലൂടെ ലഭിക്കുന്നതിന് കമ്പനിയുടെ ഒരു ജനറൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ദ റെഗുലർ ആൻഡ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ്, പ്രിപ്പയർ ദ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫയൽ സച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് ഡ്യൂലി ഓഡിറ്റഡ് വിത്തിൻ 30 days ഫ്രം ദ ക്ലോസ് ഓഫ് ഈച്ച് ക്വാർട്ടർ വിത്ത് ദ രജിസ്ട്രാർ. ഇവിടെ പെറ്റീഷൻസുകൾ അല്ലെങ്കിൽ ക്വാർട്ടർ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്ത് ഓരോ ടേംസിൻ്റെയും അവസാനത്തിൽ നിന്നും 30 daysനുള്ളിൽ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ രജിസ്ട്രാർക്കാണ് അതിൻ്റെ ഡ്യൂട്ടീസ്. സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രസ്താവിക്കുക എന്നുള്ളത് രജിസ്ട്രാർക്കാണ് അവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പേ ദ ഡെപ്റ്റ്സ് ഓഫ് ദ കമ്പനി ആൻഡ് അഡ്ജസ്റ്റ് ദ റൈറ്റ്സ് ഓഫ് ദ കോൺട്രിബ്യൂട്ടറീസ് എമംഗ് ദംസെൽഫ്. കമ്പനിയുടെ ക്രെഡിറ്റ് അടയ്ക്കുകയും അതുപോലെ തന്നെ സംഭാവന ചെയ്യുന്നവരുടെ റൈറ്റ്സുകൾ പരസ്പരം ക്രമീകരിക്കുകയും ചെയ്യുക. ഒബ്സർവ് ഡ്യൂ കെയർ ആൻഡ് ഡിലിജൻസ് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്വിഡേറ്റേഴ്സിൻ്റെ എല്ലാ ചുമതലകളും നിറവേറ്റുന്നതിന് വേണ്ടത്ര ശ്രദ്ധയും ഉത്സാഹവും മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ആണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. Voluntary winding up means winding up by the members or creditors of the company without the interferences of the tribunal. The subject of a voluntary winding up is that the company as well as the creditors are free to settle their affairs without any outside help. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ സ്വമേധയായിട്ട് വൈൻഡിങ് അപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ സ്വമേധയായിട്ട് കമ്പനി അവസാനിപ്പിക്കുന്ന കേസുകളിൽ ട്രിബ്യൂണലിൻ്റെ ഇടപെടലില്ലാതെ തന്നെ കമ്പനിയുടെ മെമ്പേഴ്സോ ക്രെഡിറ്റേഴ്സോ അവസാനിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഇവിടെ കമ്പനിക്കും ക്രെഡിറ്റേഴ്സിനും ഒരു അഫയേഴ്സുമില്ലാത്ത അവരുടെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ ഫ്രീഡംസും ഉണ്ട് എന്നതാണ് ഈ വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, circumstance in which a company can be wound up by voluntarily. There are the two circumstances: by passing an ordinary resolution, by passing a special resolution. By passing a special resolution അല്ലെങ്കിൽ by passing an ordinary resolution എന്ന് പറയുകയാണെങ്കിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസിലെ കാലാവധി അവസാനിക്കുമ്പോൾ ഒരു സാധാരണയായിട്ടുള്ള ഒരു ഓർഡിനറി ആയിട്ടുള്ളൊരു റെസൊല്യൂഷൻസ് പാസ്സാക്കുന്നതിലൂടെ കമ്പനിയിലെ ജനറൽ മീറ്റിംഗ്സിൽ വോളണ്ടറി വൈൻഡിങ് അപ്പിന് ഒരു ഓർഡിനറി റെസൊല്യൂഷൻസ് പാസ്സാക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ കമ്പനി അവസാനിപ്പിക്കേണ്ട സംഭവം നടക്കുമ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് അവസാനിപ്പിക്കുന്നതിന് കമ്പനി ഇത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബൈ പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻസ്, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിലൂടെ കമ്പനിക്ക് സെക്ഷൻ 304 സബ്സെക്ഷൻ ബി പ്രകാരം ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻസ് നമുക്കെന്താണ് പാസ്സാക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ ആ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് ഒരു കാരണവും നൽകേണ്ടതില്ല. റെസൊല്യൂഷൻസ് പാസ്സായിട്ട് 14 ദിവസത്തിനുള്ളിൽ കമ്പനിയുടെ രജിസ്റ്റർ ചെയ്ത ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന ജില്ലയിൽ പ്രചാരമുള്ള ഒഫീഷ്യലായിട്ട് ഗസറ്റിലും അതുപോലെ തന്നെ ചില പത്രങ്ങളിലും വോളണ്ടറി വൈൻഡിങ് അപ്പിനുള്ള റെസൊല്യൂഷൻസ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യുന്നത്.